ഇത് കൊണ്ടുപോകാം. ശരി സാർ. ഇവരെ ലോക്കപ്പ് ചെയ്തേക്ക്. ശരി സാർ. അടക്കട അങ്ങോട്ട് അടക്ക. പ്രിയൻചേട്ടൻ ഇപ്പൊ തന്നെ ഒപ്പിട്ട് കൊടുത്തേക്ക്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മാല അമ്മയുടെ കയ്യിൽ എത്തിക്കണം. അല്ല, അപ്പൊ നീ വരുന്നില്ലേ? എനിക്ക് എന്റെ ചേട്ടനോട് കുറച്ച് സംസാരിക്കണം. ശരി ചേട്ടാ വാ. ചേട്ടൻ ഇത്രയും നാള് എവിടെയായിരുന്നു? ഞങ്ങളെന്നും ചേട്ടൻ ഒരിക്കൽ പോലും ഓർത്തില്ലേ? നിങ്ങളോട് ഞാൻ ചെയ്ത ചതിയെക്കുറിച്ച് ഓർക്കാത്തൊരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. ചേട്ടൻ ആഭരണമായിട്ട് പോയപ്പോ ഒരുപാട് ദേഷ്യം തോന്നി. പക്ഷെ ചേട്ടനെ കുറിച്ച് ഒരു അറിവും ഇല്ലാതായപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നെ ആകെ ആശ്വസിച്ചത് ഏട്ടൻ ഞങ്ങളിൽ നിന്നും ദൂരെ ഏതെങ്കിലും ഒരു കോണില് സന്തോഷമായിട്ട് കഴിയുന്നുണ്ടാവുന്ന. സ്വാതിക്ക് വേണ്ടി നിങ്ങളെ ചതിച്ച് ഞാൻ എങ്ങനെ ഗുണം പിടിക്കാനാ പാറു? പഠിപ്പ് തീർക്കാത്തതുകൊണ്ട് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. സ്വാതി വലിയ വീട്ടിലെ കുട്ടിയല്ലേ. അവൾ ആഗ്രഹിച്ച പോലത്തെ ജീവിതമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ പോയ മനസ്സമാധാനം പോലും കിട്ടുന്നില്ല. പണത്തിന് വേണ്ടി പരക്കം പായേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയും പുറംനാട്ടിൽ പോയി കാശുണ്ടാക്കാന്ന് കരുതി ചേച്ചിയുടെ ആഭരണങ്ങൾ പണയം വെച്ച് അതൊരു ഏജൻസിയിൽ കൊടുത്തു. അവർ ആ കാശ് കൊണ്ട് മുങ്ങി. ഓരോ ദിവസത്തെ ചെലവുകൾക്ക് ഓരോരോ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇങ്ങനെയൊക്കെ ചേട്ടന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് ചേട്ടൻ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എവിടെയാണെന്ന് ചേട്ടൻ അറിയാമായിരുന്നില്ലേ? എന്നെ കണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പറയാമായിരുന്നില്ലേ? നിന്നെയും ചേച്ചിയും ഞാൻ നോക്കുന്ന അച്ഛനും അമ്മയും വിശ്വസിച്ചിരുന്നത്. ഞാൻ ചെയ്ത ദ്രോഹം കാരണം നിനക്ക് ഇവിടെ വന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ലേ പാറു? ആ വിശ്വാസം തകർത്ത ഞാൻ എങ്ങനെയാ നിന്റെ മുന്നേ വന്ന് നിൽക്കുക? നിങ്ങളെല്ലാരും കൂടി നാട്ടിലേക്ക് പോയപ്പോ നിങ്ങളുടെ വാന്റെ ഡ്രൈവർ ഞാനായിരുന്നു. അപ്പോ ചേട്ടനാണോ എന്റെ പേരിൽ അമ്പലത്തിൽ എഴുത്തെഴുതിയിട്ടത്? അതെ. നിന്നെ കണ്ട് നടന്നതല്ലേ ഏറ്റു പറഞ്ഞു സ്വർണം തിരിച്ചേൽപ്പിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തണമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ വെച്ച് അച്ഛൻ എന്നെ പറ്റി സംസാരിക്കുന്ന കേട്ടപ്പോ എന്റെ ധൈര്യം ചോർന്നു പോയി. അച്ഛൻ എന്നോട് എത്രമാത്രം ദേഷ്യം ഉണ്ടെങ്കിലായിരിക്കും ആ അവസ്ഥയിലും എന്നോട് സഹായം ചോദിക്കില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. അച്ഛൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ചേട്ടനെ നേരിട്ട് കണ്ട 2 കൈ നീട്ടി സ്വീകരിക്കുകയുള്ളൂ. സ്വീകരിക്കരുത്. എന്നെ പോലുള്ള ഒരുത്തരെ ഹാട്ടി പുറത്താക്കിയ വേണ്ട. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു കുടുംബം നടത്തുന്നതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നീയും കുടുംബവും ഞാൻ കാരണം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ കുടുംബത്തിന്റെ കാലി വീടും മാപ്പ് ചോദിക്കണം. മരിക്കുന്നതിന് മുമ്പ് അവരെന്നോട് ക്ഷമിച്ചാൽ മാത്രം മതി. അച്ഛനും അമ്മയും ചേട്ടനെ സ്വീകരിക്കില്ലെന്നാണോ ചേട്ടൻ വിചാരിക്കുന്നത്? നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞത് നിന്റെ ഒരു വലിയ മനസ്സ് കാരണമാണ് പാറു. കഴിഞ്ഞ ജന്മത്തിലും ഞാൻ എന്തെങ്കിലും വലിയ പുണ്യം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിന്നെപ്പോലൊരു അനിയത്തി എനിക്ക് കിട്ടിയത്. നാട്ടിലുള്ളപ്പോ പോലും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് നിനക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇത്രയൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടും നിനക്കെങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു? നമ്മൾ തമ്മിലുള്ളത് രക്തബന്ധാ ചേട്ടാ. ആ സ്നേഹം ഉണ്ടാവുന്നത് ശരിയും തെറ്റും നോക്കിയിട്ടല്ല. എന്നോട്
എന്നോട് ക്ഷമിക്കൂ പാറു. എന്താ ചേട്ടാ